NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യം. തിരുവനന്തപുരം NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച റാലി നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൻഫിലിറ്റ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ജി സുകുമാരൻ നായർക്കെതിരെ പ്രത്യാരോപണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഘടന അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് റാലി നടത്തുകയാണ്. അദ്ദേഹത്തിന് ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ പല കോണുകളിൽ നിന്ന് അടുത്ത കാലത്തായി സമീപകാലത്തായി വരുന്ന വിമർശനം, ആ വിമർശനങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും എതിരെയാണ് ജി സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് റാലി നടക്കുന്നത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച റാലി കിഴക്കേക്കോട്ട മുത്തിരിക്കണ്ടം മൈതാനത്താണ് സമാപിക്കുന്നത്. തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ കരയോഗത്തിൽ പ്രസിഡന്റ് A. സംഗീത് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് റാലി നടക്കുന്നത്. വലിയ രീതിയിലുള്ള വിപുലം NSS നേതാക്കൾ തന്നെയാണ് സർ ഇങ്ങനെ ഒരു റാലി ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു റാലി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിക്ക് എതിരായിട്ട് വളരെയധികം ദുഷ്പ്രചരണങ്ങളും സമൂഹ മാധ്യമങ്ങളിലും മീഡിയയിലും എല്ലാം കൂടെ ഉണ്ടായിക്കൊണ്ട് അതിനെതിരെ അദ്ദേഹത്തിന് ഉള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ജാഥ. ഒരു വ്യക്തിക്കും എതിരല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തികൾക്കോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ എതിരെ അല്ല. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ജി സുകുമാരൻ നായർക്കെതിരെ ഉയരുന്ന വിമർശനം വ്യാപകമായ രീതിയിൽ അധിക്ഷേപ പരാമർശങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെയാണ് നമുക്കറിയാം, നേരത്തെ ഡൽഹിയിൽ നടന്ന NSSന്റെ ഡൽഹി സ്മൃതി മണ്ഡപം പത്മനാഭന്റെ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ഉപരാഷ്ട്രപതിയും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയും ഒക്കെ പരോക്ഷ വിമർശനമാണ് ജി സുകുമാരൻ നായർക്കെതിരെ നടത്തിയത്. NSS ആസ്ഥാനത്ത് പെരുന്നയിൽ ശുദ്ധികലശം വേണമെന്ന് സുരേഷ് ഗോപി പറയുകയും അതിനെതിരെ ജി സുകുമാരൻ നായർ പരാമർശം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. മാത്രവുമല്ല, മുഖ്യമന്ത്രി V.D. സതീശൻ സുകുമാരൻ നായരെ കാണാൻ സമയം അനുവദിച്ചിരുന്നില്ല എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് പറയുന്നു. അതിനുശേഷം സുകുമാരൻ നായർ വാർത്താ സമ്മേളനം നടത്തി ഇനി താൻ മുഖ്യമന്ത്രിയെ കാണേണ്ടതില്ല, മുഖ്യമന്ത്രി തന്നെ ഇനി കാണാൻ വരേണ്ടതില്ല എന്ന രീതിയിലുള്ള പരാമർശമൊക്കെ നടത്തുന്നു. അപ്പോൾ ഇതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള വിമർശനമാണ് സുകുമാരൻ നായർക്കെതിരെ ഉണ്ടാകുന്നത്. ഇതിനെതിരെയാണ് ജി സുകുമാരൻ നായർക്ക് NSS ജനറൽ സെക്രട്ടറിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് NSSന്റെ തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ കരയോഗത്തിന്റെ പ്രസിഡന്റ് സംഗീത് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ ഐക്യദാർഢ്യ റാലി നടക്കുന്നത്. വലിയ രീതിയിലുള്ള പുത്തരിക്കണ്ടം മൈതാനം വരെയാണ് ഈ റാലി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച റാലിയാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിച്ചിരിക്കുന്നത്. അൺഫിലിറ്റ്, സംഗീത് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു വ്യക്തിയെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു റാലിയല്ല, തിരിച്ചും അതുപോലെ തന്നെയാണ്. ഇത് സുകുമാരൻ നായർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, NSS എന്ന സംഘടനയ്ക്ക് വേണ്ടിയാണ്. ആരും സംഘടനയ്ക്കെതിരെ ആക്ഷേപം ഉന്നയിക്കേണ്ട എന്നുള്ളൊരു സന്ദേശം തന്നെയല്ലേ ഈ ഒരു റാലിയിലൂടെ അവർ നൽകുന്നത്? ഉറപ്പായും ശ്രീജ, അത് തന്നെയാണ് ഇത്. ഈ റാലിയിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് NSSന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സുകുമാരൻ നായർക്കെതിരെ, അദ്ദേഹത്തിനെതിരെയുള്ള പരാമർശം നടക്കുമ്പോൾ ആ NSS എന്ന മഹത്തായ സംഘടനയ്ക്കെതിരെ കൂടിയുള്ള ഒരു വിമർശനവും ആരോപണവും അധിക്ഷേപവും ഒക്കെയാണ് ഉയരുന്നത്. അങ്ങനെ ആ മഹത്തായ പ്രസ്ഥാനത്തെ, സംഘടനയെ തകർക്കാൻ കഴിയുകയില്ല. ആ സംഘടന നിലനിൽക്കണം. ആ പ്രസ്ഥാനത്തിനെതിരെ നടക്കുന്ന ഈ വിമർശനങ്ങളെയാണ് ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരിക്കുന്ന സുകുമാരൻ നായർക്കെതിരെ ആക്ഷേപവും ആരോപണങ്ങളും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ ഉയരുമ്പോൾ ആ പ്രസ്ഥാനത്തിന് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ അങ്ങനെ ആ പ്രസ്ഥാനത്തെ സമൂഹമധ്യേ തകർക്കാനോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിനെതിരെ അധിക്ഷേപങ്ങൾ ചൊരിയാനോ കഴിയുകയില്ല. അതിനനുവദിക്കുകയില്ല എന്ന സൂചന നൽകുക, അല്ലെങ്കിൽ അതിനനുവദിക്കുകയില്ല. അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചോണം. സംഘടനയുടെ നിലനിൽപ്പ്, അതോടൊപ്പം തന്നെയും സംഘടനയുടെ ഐക്യം എത്രത്തോളമാണ് എന്ന് കാണിക്കുക കൂടി തന്നെയാണ് ഈ ഒരു റാലിയിലൂടെ തിരുവനന്തപുരം താലൂക്ക് കരയോഗം പ്രസിഡന്റായിരിക്കുന്ന സംഗീത് കുമാറിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു റാലി, വലിയ ബഹുജന പിന്തുണയാണ് ഈ റാലിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. NSSന്റെ ഒട്ടുമിക്ക യൂണിറ്റുകളുടെയൊക്കെ ഭാരവാഹികളും അംഗങ്ങളും അണികളും ഒക്കെ തന്നെ അണിനിരക്കുന്ന ഒരു റാലിയാണ്
നടക്കുന്നത്. വലിയ രീതിയിലുള്ള സുരക്ഷയും പോലീസ് സുരക്ഷയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഇതൊരു പ്രതിഷേധമോ ഒന്നുമല്ല, ഐക്യദാർഢ്യം തന്നെയാണ്. ഇതൊരു സന്ദേശമാണ് നൽകുന്നത്. ഈ പ്രസ്ഥാനത്തെ NSSനെ എതിരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളും വിമർശനങ്ങൾക്കും ഒരു മറുപടി നൽകുക, അതിനപ്പുറത്തേക്ക് പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തുന്നു. NSS ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായരെ, തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്ന സുകുമാരൻ നായരെ ചേർത്ത് നിർത്തുന്നു എന്ന ഒരു സന്ദേശമാണ് ഈ റാലിയിലൂടെ NSSന് തിരുവനന്തപുരം കരയോഗം താലൂക്ക് യൂണിയൻ ഈ റാലി ഈ വൈകുന്നേരം ഈ സായാഹ്ന സമയത്ത് തലസ്ഥാന നഗരിയിൽ തന്നെ ഇങ്ങനെ ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു റാലി നടത്തുന്നതിന്റെ ആ ഒരു സന്ദേശം അത് തന്നെയാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തികൾക്കോ എതിരെ അല്ല, ഒരു പ്രതിഷേധവുമല്ല, ഇതൊരു ഐക്യദാർഢ്യമാണ്. ഇത് NSS പ്രസ്ഥാനത്തെ ചേർത്ത് നിർത്തുന്നു, അതിന്റെ അമരക്കാരനായിരിക്കുന്ന ജി സുകുമാരൻ നായരെ ചേർത്ത് നിർത്തുന്നു. അദ്ദേഹത്തിനുള്ള പിന്തുണയാണ് അറിയിച്ചുകൊണ്ടുള്ള ഒരു ഐക്യദാർഢ്യ റാലിയാണ് ഇതിലൂടെ ഇവർ നൽകാൻ ഉദ്ദേശിക്കുന്നത്. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരം NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു അൻഫിൽ ഡിസൂസ.